ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12 ഭക്തിയോഗം. ശ്ലോകം 13, പേജ് നമ്പർ 648. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രഃ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖസുഖം ക്ഷമീ. ശ്ലോകം 14, പേജ് നമ്പർ 648. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിർ യോ മദ്ഭക്തഃ സമേ പ്രിയഃ. പദാനുപദം. സർവഭൂതാനാം എല്ലാ ജീവസത്തകളോടും അദ്വേഷ്ട ദ്വേഷരഹിതനായി, മൈത്രഃ മൈത്രിയുള്ളവനായി, കരുണ ച ഏവ കരുണയും ഉള്ളവനായി, നിർമ്മമഃ നിസ്വാർത്ഥനായി, നിരഹങ്കാരഃ മിഥ്യാഹങ്കാരമില്ലാത്തവനായി, സമദുഃഖസുഖഃ സുഖത്തിലും ദുഃഖത്തിലും സമചിത്തനായി, ക്ഷമീ ക്ഷമയുള്ളവനായി, സതതം എല്ലായ്പ്പോഴും, സന്തുഷ്ടനായി, യോഗി ഭക്തിയോഗിയായി, യഥാത്മാ നിയന്ത്രിതാത്മാവായി, ദൃഢനിശ്ചയനായി, മയി എന്നിൽ, അർപ്പിത മനോബുദ്ധി അർപ്പിക്കപ്പെട്ട മനോബുദ്ധികളോട് കൂടിയവനായി, യാതൊരു മദ്ഭക്തഃ എൻ്റെ ഭക്തൻ ഉണ്ടോ, സഹ അവൻ, മേ പ്രിയ എൻ്റെ പ്രിയനാകുന്നു. വിവർത്തനം. മാത്സര്യം കൂടാതെ സർവജീവസത്തകൾക്കും സുഹൃത്തായി, ഒന്നിലും അവകാശബോധവും മിഥ്യാഹങ്കാരവുമില്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിതാത്മാവായും മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുത സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ ഭക്തൻ എനിക്കേറ്റവും പ്രിയങ്കരനാണ്. ഭാവാർത്ഥം. വിശുദ്ധമായ ഭക്തിയുത സേവനമെന്ന വിഷയത്തിൽ ഒരു ഭക്തൻ്റെ അതീന്ദ്രിയ ഗുണങ്ങളെ വിവരിക്കുകയാണിവിടെ കൃഷ്ണൻ. ഒരു വിശുദ്ധ ഭക്തൻ ഏതു പരിതസ്ഥിതിയിലും അസ്വസ്ഥനാവില്ല, ആരിലും ഈർഷ്യാലുവുമാവില്ല.
അയാൾക്ക് തൻ്റെ ശത്രുവിനോടും വൈരമില്ല. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകൾ കൊണ്ടാവണം അയാൾക്ക് എന്നോട് വൈരമുണ്ടായത്. അതുകൊണ്ട് എതിർക്കുന്നതല്ല, പൊറുക്കുന്നതാണിവിടെ ഉത്തമം എന്ന് അയാൾ ഓർക്കും. ശ്രീമദ് ഭാഗവതത്തിൽ 10:14-8 ഇങ്ങനെ പറയുന്നു: തത് തേനുകമ്പാം സുസമീക്ഷമാണോ ഭുഞ്ജാന ഏവാത്മകൃതം വിപാകം. ഭക്തന് ഏതെങ്കിലും ദുഃഖമോ കുഴപ്പമോ നേരിടുമ്പോൾ ഭഗവാൻ തന്നോട് കരുണ കാണിച്ചു എന്നായിരിക്കും അയാൾ ഓർക്കുന്നത്. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയധികം ക്ലേശങ്ങളാണെനിക്കു നേരിടേണ്ടത്. ഭഗവത് കാരുണ്യത്താൽ എനിക്കു കിട്ടിയ ശിക്ഷ എത്രയോ തുച്ഛമാണ്. കിട്ടേണ്ടുന്ന എല്ലാ ശിക്ഷയും എനിക്കു കിട്ടാത്തത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടു തന്നെ. ഇങ്ങനെ ചിന്തിച്ച് എത്ര കടുത്ത ക്ലേശങ്ങൾ നേരിടുമ്പോഴും ഭക്തൻ ശാന്തനും സ്വസ്ഥനുമായിരിക്കും. ശത്രുക്കളോട് പോലും കനിവ് പുലർത്തുകയും ചെയ്യും. ശരീരത്തിന് സഹിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾക്കും വേദനകൾക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് നിർമ്മഹ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭക്തൻ ശരീരത്തെ തൻ്റേതായോ താനായോ കരുതുന്നില്ല. ഈ ഭൗതിക ദേഹമല്ല താനെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടയാൾക്ക് മിഥ്യാഹങ്കാരമുണ്ടാവാൻ വയ്യ. അങ്ങനെ സുഖദുഃഖങ്ങളിൽ സമനില പുലർത്തുന്നു. ക്ഷമാശാലിയായ ഭക്തൻ ഭഗവത് കാരുണ്യത്താൽ എന്ത് കൈവരുന്നുണ്ടോ അതുകൊണ്ട് സംതൃപ്തനാണ്. വളരെ പ്രയാസപ്പെട്ട് എന്തെങ്കിലും നേടാൻ ശ്രമിക്കാറില്ലാത്തതുകൊണ്ട് അയാൾ സദാ സന്തുഷ്ടനായിരിക്കുന്നു. ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഒരു തികഞ്ഞ യോഗിയുമാണയാൾ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ദൃഢനിശ്ചയമുള്ളവനുമാണ്. മിഥ്യാവാദികൾക്ക് അയാളെ സ്വാധീനിക്കാനാവില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തിപൂർവകമായ സേവനത്തിൽ ഉറച്ച അദ്ദേഹത്തെ ആർക്കും വ്യതിചലിപ്പിക്കാൻ പറ്റില്ല. സനാതനനായ പ്രഭു കൃഷ്ണനാണെന്ന് ഭക്തന് പൂർണ്ണ ബോധമുണ്ട്. അതിനാൽ അയാളെ ആർക്കും അസ്വസ്ഥനാക്കാൻ സാധിക്കില്ല താനും. ഈ ഗുണവിശേഷങ്ങളെല്ലാം അയാളുടെ മനോബുദ്ധികളെ ഭഗവാനിൽ സ്ഥിരീകരിക്കാൻ സഹായിക്കുന്നു. ഈ നിലവാരത്തിലുള്ള ഭക്തിയുത സേവനം അസുലഭമാണ് എന്നതിൽ സംശയമില്ല. ഭക്തിയുത സേവനത്തിന് വേണ്ടുന്ന എല്ലാ വിധിപൂർവക നിബന്ധനകളും അനുസരിക്കുന്നത് കൊണ്ട് മാത്രം ഭക്തൻ ആ നില കൈവരിക്കുന്നു. കൂടാതെ അങ്ങനെയുള്ള ഭക്തൻ തനിക്കേറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന സകല കർമ്മങ്ങളിലും ഭഗവാൻ എപ്പോഴും സന്തുഷ്ടനാണ്. ഹരേ കൃഷ്ണ.